ഡോക്ടർ. യെസ്. കൂട്ടുകാരികൾക്ക് എന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ടെൽ മീ. സംശയം ഇവക്കല്ല, എനിക്കാണ്. പിന്നെ അത് വെറുമൊരു സംശയമല്ല, സത്യമാണ്. നോ, നോ വേ. കുട്ടി വിചാരിക്കുന്ന പോലെ അതിൽ1% പോലും സത്യമില്ല. ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയുന്ന വെറും വാക്കല്ല കേട്ടോ. എന്റെ ഫൈൻഡിങ്സിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപൂർവ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി മാത്രം, ഇൻ ഓൾ സെൻസ്. നോ, ഐ ഡൗട്ട്. ഡോക്ടർക്ക് എന്റെ റിയൽ പ്രോബ്ലം എന്താന്ന് ഇനി മനസ്സിലായിട്ടില്ല. എക്സ്ക്യൂസ് മീ, അപൂർവ കുറച്ചു നേരത്തേക്കൊന്ന് പുറത്തേക്കാമോ? ഞാൻ ഈ കുട്ടിയെടുത്തൊന്ന് സംസാരിച്ചോട്ടെ. സോറി, ഡോക്ടർ ഇവളോട് എന്ത് സംസാരിച്ചാലും അത് ഞാൻ അറിയും. നേരിട്ടാവുമ്പോ ഒരു റിപ്പോർട്ടിംഗ് ഒഴിവാക്കാമല്ലോ. തന്നെയുമല്ല, ഞാനാണല്ലോ പേഷ്യന്റ്. അപ്പൊ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് എന്നോടല്ല. ഓ, ഓക്കെ. എന്റെ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായ വസ്തുതയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീ ശരീരത്തിനപ്പുറം എന്തെങ്കിലും ഒരു പ്രത്യേകത, ഐ മീൻ അസാധാരണമായിട്ടോ അപൂർവമായിട്ടോ ഒന്നും തന്നെ എനിക്ക് അപൂർവയിൽ ഫീൽ ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങനെ ഒരു സംശയം അപൂർവയിൽ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അതിന് എന്നെപ്പോലെ ഒരു ഡോക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം. യു ബെറ്റർ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. നല്ലൊരു കൗൺസിലിംഗ് കൊണ്ട് അപൂർവയ്ക്ക് ഈ സംശയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയേക്കും. ശരി. ദേഷ്യപ്പെടേണ്ട കുട്ടി. അപൂർവം ചിലരിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അകാരണമായ ഭയമോ സംശയമോ ആങ്സൈറ്റിയോ അങ്ങനെ പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സജഷൻ ഞാൻ വെച്ചത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാം. നോ താങ്ക്സ്. മാളു, നമുക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഫ്രണ്ട് ഭയങ്കര ഷാർപ്പാണല്ലോ. ഭയങ്കര ബോറായിപ്പോയി. ഡോക്ടറോട് നിനക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറായിരുന്നു. അപ്പോ എന്നോട് പെരുമാറുന്ന പോലെ എനിക്ക് തിരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റും. നീ അവർക്ക് വേണ്ടി വെറുതെ എന്നോട് ഉടക്കാൻ വരണ്ട. അവര് നിന്നോട് എന്ത് മോശമായിട്ട് പെരുമാറിയെന്ന എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നിനക്ക് തോന്നില്ല? ചെക്കപ്പ് സമയത്ത് അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലല്ലോ. മാസമുള്ള ഈ കുരിശ് ഒന്ന് ഒഴിവാക്കി തരാൻ വല്ല മാർഗം ഉണ്ടോന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ആ തള്ള എന്റെ മുഖത്തോക്കി ഒരു ഓഞ്ഞ ചിരി. എന്നിട്ട് പറയുക നാപ്കിനൊക്കെ ഇപ്പോ സർക്കാർ ഫ്രീ ആക്കിന്ന്. എന്താ അവരാ പറഞ്ഞതിന്റെ അർത്ഥം? അത് വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരു കുടുംബത്തിലെ ആളാ ഞാനെന്ന്. അങ്ങനെയല്ലേ ഡാഡി? അവരുടെ ചീഞ്ഞ കോമഡി കേട്ട് നിനക്കും ചിരി വരുന്നുണ്ടോ? അവരായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. ആ ഡോക്ടറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മടല് വെട്ടി നിന്നെ അടിച്ചേനെ. അത്രയ്ക്ക് ഊള ചോദ്യമല്ല നീ അവരോട് ചോദിച്ചേ. നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കൊന്നല്ല, ആർക്കും.